ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്ത് പോകും കേട്ടോ. ഞങ്ങൾക്ക് അപ്പോഴേ ഉള്ളൂ ലീവ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി ഗൈസ്. അപ്പം എൻ്റെ മോനോട്ട് ഇച്ചിരി പിണക്കത്തിലാണ്, അങ്ങനെ മിണ്ടാതിരിക്കുന്നു കേട്ടോ. അതിന് ഞാൻ പറഞ്ഞിടാ ഒന്ന് മിണ്ടിടാന്ന് പറഞ്ഞിട്ട് എൻ്റെ മിൻഹാടുത്ത് പറഞ്ഞു, മിൻഹാ മോളെ ഓടി വാടി എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി വന്ന് മിണ്ടി കേട്ടോ. അങ്ങനെ അതാ അവൻ ഭയങ്കര കെറുവിലാണ് കേട്ടോ. ഒരു തരത്തിൽ നമ്മുടെ അടുത്തോട്ട് അടുക്കുന്നില്ല. അവൻ ഇച്ചിരി കെറുവാണ്. കെറുവിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം എടുക്കും. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം എത്താറായി. അങ്ങനെ നമ്മൾ ഇവർക്ക് എപ്പോഴും പോകാൻ ഇഷ്ടം ലുലു ആണ്. അവിടെയാണ് ഇച്ചിരി എന്തോ പറയുന്നത്, നമുക്കൊരു റിലാക്സേഷനാണ് അവിടെ പോകുന്നത്. എല്ലാം ഉണ്ട്, ഐറ്റംസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്, പർച്ചേസ് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കളിക്കാം. അങ്ങനെ ഞങ്ങൾ ലുലു മോൾ എത്താറായി. അങ്ങനെ ഞാൻ ദാണ്ട് ഇവിടെ അത് നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ ഒരു ലുലു മോളാണ് അതിൻ്റെ ആ ഒരു പ്ലേസിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം 2-3 വട്ടം കൊണ്ട് ഞങ്ങൾക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇത് നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബർ എത്രയാണ്. അപ്പം 961 ആയി. പിന്നെ നമ്മൾ അവിടെ കയറിയപ്പോഴത്തേക്ക് നേവിക്കാരുടെ ഒരു മീറ്റപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ ആർമി ഉണ്ടായിരുന്നു കേട്ടോ. നേവിയും ആർമിയും കൂടി ഉള്ളൊരു മീറ്റപ്പും അവരുടെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അവരുടെ ആ ഒരു പരം സുന്ദരി ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. നമ്മളിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ കോമൺലി നമുക്ക് സൺഡേ ഒരു ഓഫ് വന്നു ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ നമ്മൾ പോയതാണ്. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കുറേ പിള്ളേർ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് നോക്കും. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് തന്നിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് അപ്പോഴത്തേക്ക് ഇക്ക പറഞ്ഞതോ ട്രെയിൻ പോകുന്നു. അങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് ഓരോരുത്തർ വന്ന് ട്രെയിനിലൊക്കെ പോകുന്നു. എല്ലാവർക്കും ഒന്നല്ലേ അവധിയുള്ളൂ. അങ്ങനെ ഫഞ്ചൂറ എൻ്റെ പൊന്നോ അവിടെ കയറിയില്ലെങ്കിൽ പിന്നെ അടിയാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കളിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാര്യം അത്ര വിശന്നാണ് വന്നത്. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. ഒക്കെ പറഞ്ഞു പുതിയ ഐറ്റംസൊക്കെ നോക്കാമെന്ന്. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ ഒരേ ഒരു കാര്യമാണ് ഓർഡർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ KFC അല്ലെങ്കിൽ ചിക്കൻ. മിക്കവാറും ചിക്കിങ് ആയിരിക്കും. കാരണം KFCയിൽ ഭയങ്കര തിരക്കായിരിക്കും ഗൈസ്. അങ്ങനെ ചിക്കിങ്ങിൽ കയറി നമ്മൾ ബ്രോസ്റ്റഡൊക്കെ ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഹൈപ്പർ മാർക്കറ്റിൽ പോയി. എനിക്ക് കുറേ ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബറായി. ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ മിന്നു ഇതാ കൊണ്ടുവന്ന് ബില്ലൊക്കെ അടിച്ച്. ഇത്രയുള്ള ഗൈസ്. ടാറ്റാ ബൈ.